ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് എൻട്രിയുടെ ചാനലാണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബേസിക്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് നേരിടുന്ന സമയത്ത് ബേസിക് മാത്തമാറ്റിക്സ് അറിയാത്തത് കൊണ്ട് ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും സ്റ്റക്കായി പോകാറുണ്ട്. എത്ര കോൺസെപ്റ്റ് അറിയാമെങ്കിലും എത്ര ഫോർമുല അറിയാമെങ്കിലും. സോ ഈ ബേസിക് മാത്തമാറ്റിക്സിനെ കുറിച്ച് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ആദ്യം കുറച്ച് വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് തിങ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബേസിക് ഷേപ്സിൻ്റെ എന്താണ് വാല്യൂ, എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമല്ല. എന്നാലും അറിയണം. സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയനെ ഡിസ്റ്റൻസ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബേസിക് ഷേപ്സിൻ്റെ എന്തറിഞ്ഞിരിക്കണം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ബേസിക് ഷേപ്സിന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് പോകാം. അതായത് നമുക്ക് പലപ്പോഴും യൂണിറ്റ്സ് വരുന്ന സമയത്ത് മെഗാ പാസ്കൽ, ജിഗാ പാസ്കൽ അങ്ങനെ കുറേ ടേംസ് വരാറുണ്ട്, പ്രിഫിക്സ് വരാറുണ്ട്. അപ്പോൾ ഈ പ്രിഫിക്സ് മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 10⁻6 ആണോ, അങ്ങനെയൊക്കെ ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറേ യൂസ്ഫുൾ ആയിട്ട് വരും. അതായത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടെറയാണ്. ടെറയൊന്നും നമ്മുടെ ചിലപ്പോൾ പറയാൻ ഒക്കത്തില്ല, ടെറ പാസ്കൽ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു യുക്തി പോലെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കണം. അപ്പോൾ 10⁻12 ആണ് ടെറ എന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. ജിഗയും മെഗയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരം വരാറുണ്ട്. ടെറ വന്നു കഴിഞ്ഞാൽ 10⁻12 ആണെന്ന് മനസ്സിലാക്കുക. ജിഗ 10⁻9 ആണ്, മെഗ 10⁻3 ആണ്. ആൻഡ് കിലോ പാസ്കൽ എന്ന് പറയുമ്പോൾ 10⁻3 വരും. പാസ്കൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് ഒരു യൂണിറ്റ്. ഹെക്ടർ 10⁻2, ഡെക്ക 10⁻1, ഡെസി എന്ന് പറഞ്ഞാൽ 10⁻1 ആണ് കേട്ടോ. അതുപോലെ തന്നെ സെൻറ്റി 10⁻2, മില്ലി 10⁻3. ഇത് രണ്ടും അറിയായിരിക്കും അല്ലേ. ഈ മൈക്രോ, നാനോ അതൊക്കെ നമുക്ക് വേണ്ടി വരും. നാനോമീറ്ററിലൊക്കെ യൂണിറ്റ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിനൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻6ഉം, നാനോ എന്ന് പറഞ്ഞാൽ 10⁻9ഉം, പിക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. അപ്പോൾ 10⁻12 തുടങ്ങി 10⁻12 വരെ വരുന്ന പ്രിഫിക്സുകൾ അറിഞ്ഞിരിക്കുക. കാര്യം നമുക്ക് പരീക്ഷയ്ക്ക് യൂണിറ്റ്സിൽ മാറ്റി തന്നു കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഞാൻ നമ്മുടെ ലോഗിൻ്റെ വാല്യൂ പഠിച്ച് വെക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ പഠിച്ച് വെക്കേണ്ട ഒരു ടേബിളാണ് ഇത്. ഇനി അടുത്തത് നമ്മുടെ കുറച്ച് ആംഗിളിൻ്റെ വാല്യൂയും കൂടി പഠിച്ചു വെക്കണം. അറിയാവുന്നതായിരിക്കും. സൈൻ 0 ആണ്, കോസ് 0 പക്ഷേ 1 ആണ്, ടാൻ 0 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ സൈൻ 30 1/2 ആണ്, കോസ് 30 വരുമ്പോൾ √3/2, ടാൻ 30 വരുമ്പോൾ 1/√3 ആണ്. ഓക്കെ, ഇനി 45 വരുമ്പോഴത്തേക്ക് സൈൻ വന്നാലും കോസ് വന്നാലും 1/√2 ആണ്, ബട്ട് ടാൻ വരുമ്പോൾ 1 ആണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് വരും. 60 വരുമ്പോഴത്തേക്ക് സൈൻ 30 1/2 ആയിരുന്നു, സൈൻ 60 ആണ്, നമുക്കിവിടെ √3/2. അതുപോലെ തന്നെ കോസ് 60 1/2 ആണ്, ആൻഡ് ടാൻ 60 √3 ആണ്. ഇനി 90 എടുക്കുവാണെങ്കിൽ സൈൻ 90 1 ആണ്, കോസ് 90 0 ആണ്, ആൻഡ് ടാൻ 90 ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ വാല്യൂസ് പഠിച്ചു വെക്കുക. ഇത് പലപ്പോഴും യൂസ്ഫുൾ ആണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിലേക്ക് പോകാം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആദ്യം നമ്മൾ പഠിക്കുന്ന ആരുടെയാണ്? റെക്റ്റാങ്കിളിൻ്റെയാണ്. റെക്റ്റാങ്കിൾ എടുക്കുന്ന സമയത്ത് റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഹൈറ്റിൻ്റെ പകുതിക്കും ബ്രെഡ്ത്തിൻ്റെ പകുതിക്കുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ കടന്നു പോകുന്ന ആക്സസ്സുകളെ നമ്മൾ എന്ത് വിളിക്കും? സെൻട്രോയിഡൽ ആക്സസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നിലൂടെ കടന്നു പോകുന്ന ആക്സസിനെ നമ്മൾ സെൻട്രോയിഡൽ ആക്സസ്. ഞാൻ ഈ വരച്ചിരിക്കുന്ന 2 ലൈൻസ് ആണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സസ്. അതിലൊരെണ്ണം XX ആക്സസും ഒരെണ്ണം YY ആക്സസുമാണ്. ബ്രെഡ്ത്ത് B ആണ്, ഡെപ്ത്ത് D ആണ്. നമുക്ക് സെൻട്രോയിഡൽ ആക്സസ് അബൌട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയണം റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ആദ്യം ഞാൻ XX ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ XX-ന് പാരലായിട്ട് കിടക്കുന്ന സൈഡ് നോക്കുക. ഏതാണത്? പാരലായിട്ട് X ആക്സസിന് പാരലായിട്ട് കാണുന്ന സൈഡാണ് B. ആ B അതുപോലെ അങ്ങ് എഴുതുക. അടുത്ത ഡയമെൻഷൻ ഏതാണ്? D അല്ലേ. അതിനെന്തിട്ട് കൊടുക്കുക? ക്യൂബ് ഇട്ട് കൊടുക്കുക. BD3/12 ആണ് IXX വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇനി സിമിലർലി IYY വാല്യൂ. IYY വാല്യൂ എന്ന് പറഞ്ഞാൽ Yക്ക് പാരലായിട്ട് കിടക്കുന്ന സൈഡ് ഏതാണെന്ന് നോക്കിക്കേ. Yക്ക് പാരലായിട്ട് കിടക്കുന്ന സൈഡ് D ആണ്. ഓക്കെ, മറ്റേ സൈഡ് B ആണ്. അതിന് ക്യൂബ് ഇട്ട് കൊടുക്കുക.
12. അപ്പോൾ ഏത് ആക്സസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന് പാരലി നമ്മൾ മെഷർ ചെയ്യുന്ന സൈഡ്, അല്ലെങ്കിൽ അത് ബി ആണെങ്കിൽ അതങ്ങനെ എഴുതുക, മറ്റേ സൈഡിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ ആക്സസ് ആണെങ്കിൽ പാരലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സൈഡ് ഡി ആണ്, അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ബിക്ക് ക്യൂബ് എടുക്കുക, ഡി അതുപോലെ എഴുതുക. അപ്പോൾ പാരലായിട്ട് കിടക്കുന്ന ആ ഡയമെൻഷൻ അതുപോലെ എഴുതുക, മറ്റേ ഡയമെൻഷന് ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ /12 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഫോർമുലയായി. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇത് നമുക്ക് റെക്റ്റാങ്കിളാണ് കൂടുതലായിട്ട്, നമുക്ക് റെക്റ്റാങ്കുലർ ബീംസ് ആണല്ലോ ബെൻഡിങ്ങിലൊക്കെ വരും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിന് നമുക്ക് ബേസ് ബിയും ഹൈറ്റ് ഹെച്ചും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന h/3 നിന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ എക്സ് ആക്സസ് മാത്രം വരച്ച, വൈ ആക്സസ് നമ്മൾ റെക്റ്റാങ്കിളിലും വരച്ചല്ലോ. നമുക്ക് സിമെട്രിക്കലാണ്, ഇങ്ങനെ നടുക്ക് വെച്ച് കട്ട് ചെയ്തു. എന്നാലും നമുക്ക് ഏകദേശം എന്താ ഇവിടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. കാര്യം ഇതിങ്ങനെ ടച്ച് ചെയ്തു പോകുമല്ലോ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഹൈ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സസ്, സെൻട്രോയിഡൽ ആക്സസിന് നമ്മൾ നോർമലി IG എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് ചെയ്യുന്നത് IG = എന്താണ്, BH³/36 ആണ്. അത് ഓർത്ത് വെക്കുക. സെൻട്രോയിഡൽ ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് BH³/36. B is the base, H is the height. ഇനി വേണമെങ്കിൽ നമുക്കതാ ഈ ബേസ് ABC ആണ് ട്രയാങ്കിൾ എങ്കിൽ I about AB, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ബേസ് ABയുടെ ചോദിക്കാം. ABയുടെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് BH³/36 എന്ന് പറയുന്നത് ഈ ആക്സസിൻ്റെയാണ്, ഈ സെൻട്രോയിഡൽ ആക്സസിൻ്റെയാണ്. നമുക്ക് ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പാരലൽ ആക്സസ് തിയറം ഉണ്ട്, അത് പറഞ്ഞു തരാം എന്താണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഏത് ആക്സസ്, അതല്ലെങ്കിൽ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ചോദിക്കാം, എവിടെ വേണേൽ ചോദിക്കാം. പക്ഷേ അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. പക്ഷേ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ ആണ് BH³/36. ഇനി അടുത്തത് സർക്കിളാണ്. സർക്കിൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, സർക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സസിന് സിമെട്രിക്കലാണല്ലേ. അപ്പോൾ അത് രണ്ടും XX = IYY = πd⁴/64 ആണ് ഫോർമുല. ഈ ഫോർമുല ഇങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ എടുക്കുന്ന സമയത്ത് റെക്റ്റാങ്കിളിൻ്റെ ഈ XX ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാം. പക്ഷേ എനിക്ക് വേണ്ടത് ബേസ് ABയുടെ ആണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ബേസ് ABയുടെ ആക്സസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഒരു തിയറമാണ് പാരലൽ ആക്സസ് തിയറം. പാരലൽ ആക്സസ് തിയറം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നോൺ ആയിരിക്കണം. ആ നോൺ ആയിരിക്കുന്നത് എപ്പോഴും സെൻട്രോയിഡൽ ആക്സസ് ആയിരിക്കണം. അപ്പോൾ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആക്സസ് ആയിരിക്കണം, അത് എന്തായിരിക്കണം, സെൻട്രോയിഡൽ ആക്സസ് ആയിരിക്കണം. രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സസ് എന്ന് പറയുന്നത് അറിയാവുന്ന ആക്സസിന് പാരലായിട്ട് കിടക്കണം. അതാണ് പാരലൽ ആക്സസ് തിയറം, പേര് പോലെ തന്നെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, AB എന്ന് പറയുന്ന സൈഡ് ഈ ആക്സസിന് പാരലാണല്ലേ. സോ IAB = പാരലൽ ആക്സസ് തിയറം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IG + AH². ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ബേസിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ IAB = IG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് B ആണ്, ഇത് H ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, D ആണെങ്കിൽ എക്സ് ആക്സസിന് പാരലായിട്ട് വരുന്ന സൈഡാണ് BD³/12 പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്, B × D × സ്മോൾ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് AB ഇല്ലേ. ABയുടെയും ഈ സെൻട്രോയിഡൽ ആക്സസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്ര വരിക, മൊത്തം ഡെപ്ത് ആണെങ്കിൽ D ആണെങ്കിൽ അതിൻ്റെ പകുതി D/2. സോ എന്ത് വരും, D/2² ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആഡ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അതായത് BD³/12 പ്ലസ് BD³/4 എന്ന് വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി മോളിത്തെ ആക്സസിന് വേണമെങ്കിൽ അതും ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. പിന്നെ ട്രയാങ്കിളിൻ്റെ കേസിലാണെങ്കിലോ നിങ്ങൾക്ക് സെൻട്രോയിഡൽ ആക്സസേ അറിയാവുള്ളൂ. AB എന്ന് പറയുന്ന ആക്സസിനാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഏരിയ എഴുതുമ്പോൾ ½ × BH എഴുതുക. H എഴുതുമ്പോഴത്തേക്ക് ഈ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്, അതായത് H/3 വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്തത് പെർപെൻഡിക്കുലർ ആക്സസ് തിയറമാണ്. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോർഷനിൽ ആവശ്യം വരുന്നതാണ്. അതായത് X, Y, C 3 ആക്സസ് ഉണ്ട്. എനിക്ക് ഏതെങ്കിലും, അതായത് C ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3 ആക്സസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ മറ്റേ 2 ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ സം ആയിരിക്കും. ഇത് സർക്കുലർ സെക്ഷൻ ഉപയോഗിക്കാം നമുക്ക്. സർക്കുലർ സെക്ഷൻ ഐ എക്സ് എക്സും ഐ വൈ വൈ എന്താണ്? പൈ ഡി റേസ് ടു 4/64 ആണ്, പ്ലസ് പൈ ഡി റേസ് ടു 4/64. അപ്പോൾ 2, അതായത് ഐ എക്സും ഐ വൈ സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ സി ആക്സിസ് കിട്ടും. അപ്പോൾ എന്ത് വരും? പൈ ഡി റേസ് ടു 4/32. ഈ ഇക്വേഷൻ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ബെൻഡിങ്ങിലൊക്കെ ടോർഷനിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ടോർഷനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടോർഷൻ ട്വിസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഷാഫ്റ്റിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടു ദ ആക്സിസ്, അതായത് നമ്മുടെ പ്ലെയിനിലേക്കുള്ള സി ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്മുടെ പ്ലെയിനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയാം. ബട്ട് എങ്ങനെയാണ് പ്രൊവൈഡഡ്? എക്സ് ആക്സിസിനെ വൈ ആക്സിസിനെ അറിയാം. 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ 3ാമത്തെ ആക്സിസിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പേര് തന്നെയുണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസുകളായിരിക്കണം അവ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് എന്ന് പറയുന്നത്, നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനുള്ള 2 തിയറം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നതാണ്, എന്നാലും ഒന്ന് ബേസ് പോലെ കണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ഫ്രം യുവർ പാർട്ട് എന്തെങ്കിലും സജഷൻസ്, ലൈക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുഞ്ഞു വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ സജഷനായിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.